Welcome to my classroom. Today we are going to solve a problem from unit costing, that is preparation of cost sheet. From the following information, prepare cost sheet for the year ended 31st December 2018. Informations are opening stock of raw material, purchases, material consumed, carriage inward, material lost by fire, material return. ഇനി ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. അത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസാണ്. നമുക്കറിയാം തിയറി ക്ലാസ്സിൽ ഓൾറെഡി എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇവിടെ ഓൾറെഡി തന്നതുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാനൊന്നും പോകണ്ട, കാരണം ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഐറ്റം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് PDF സെൻഡ് ചെയ്തിട്ടുണ്ടാകും. അത് നോട്ടിൽ എഴുതിയെടുത്തതിന് ശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്താൽ മതിയാവും. അപ്പോൾ നോട്ടിൽ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുക്കുക. അതിൽ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്നുള്ളത് ഇൻറ്റു മാർക്കിടത് വേണ്ട, അത് എടുക്കേണ്ടാത്ത ഐറ്റമാണ്. പർച്ചേസസും ഇവിടെ ആവശ്യമില്ല. കാരണം എന്താണ്, മെറ്റീരിയൽ കൺസ്യൂംഡ് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2,30,000. ക്യാരേജ് ഇൻവേർഡും മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയറും മെറ്റീരിയൽ റിട്ടേണും ഇവിടെ കൺസിഡർ ചെയ്യേണ്ട, അതും മെറ്റീരിയൽ കൺസ്യൂംഡ് കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആയതുകൊണ്ട്. ഇനി പറയുന്ന ഐറ്റംസ് ഏത് സെക്ഷനിലാണ് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് കോസ്റ്റിലാണ് വരിക എന്നുള്ളത് നിങ്ങൾ പെൻസിലുകൊണ്ടോ പെന്നുകൊണ്ടോ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ചാർജബിൾ എക്സ്പെൻസ് ഡയറക്റ്റ് ആണ്, പ്രൈം കോസ്റ്റ് കാണുമ്പോഴാണ് ആവശ്യം വരിക. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് D എന്നോ അല്ലെങ്കിൽ പ്രൈം കോസ്റ്റിൽ P എന്നോ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിലാണ് വരിക. ക്യാരേജ് ഇൻവേർഡ് ആണെങ്കിൽ എവിടെ വരും, പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. പക്ഷേ ഇവിടെ ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ സെല്ലിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിലാണ് വരിക. ലീഗൽ ചാർജസ് എന്ന് പറയുന്നത് ഓഫീസ് ഓവർ ഹെഡാണ്, എന്നിടുക. ഹോളേജ് എന്ന് പറയുന്നത് വലിക്കുന്നതിനുള്ള കൂലിയാണ്, അത് ഫാക്ടറിയിലാണ് വരിക. ഇൻഡയറക്റ്റ് വേജസ് ഫാക്ടറിയിലാണ്, ഫാക്ടറി റെൻ്റ് ആൻഡ് റേറ്റ്സ് ഫാക്ടറിയാണ്. അപ്പോൾ ഫാക്ടറി ഒക്കെ F എന്ന് നോട്ട് ചെയ്യാം. ഓഫീസ് എക്സ്പെൻസ്, സൺഡ്രി ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്ന് നോട്ട് ചെയ്യുക. റോയൽറ്റി ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ആവശ്യം വരിക. റോയൽറ്റി അതുപോലെ പ്രൊഡക്റ്റീവ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് ലേബറിനൊക്കെ പകരം പ്രൊഡക്റ്റീവ് വേജസ് തരികയാണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് വേജസ് നിങ്ങൾ P എന്ന് നോട്ട് ചെയ്യുക, അതായത് പ്രൈം കോസ്റ്റ് ആണ് കേട്ടോ. ദെൻ മോട്ടീവ് പവർ ആൻഡ് ഫ്യൂവൽ ഫാക്ടറി ആണ്, ഫാക്ടറി സ്റ്റേഷനറി, ക്ലീനിങ്, ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ്, ഇത് മൂന്നും എന്താണ്, ഫാക്ടറി ഓവർ ഹെഡാണ്. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സ് ഓഫീസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട, അത് ഓഫീസ് ഓവർ ഹെഡാണ്. വാട്ടർ ചാർജസ് ഫോർ ദ ഫാക്ടറി എന്ന് പറയുന്നത് ഫാക്ടറി എക്സ്പെൻസ് ആണ്, ഫാക്ടറി ഓവർ ഹെഡിലാണ് വരിക. ഇനി ഫാക്ടറി ഇൻഷുറൻസും ESIയും എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസും ഇത് രണ്ടും ഫാക്ടറി വർക്കേഴ്സിനാണ്, ഫാക്ടറിയിലാണ് വരിക. നെക്സ്റ്റ് ബാങ്ക് ചാർജസ് ഓഫീസ് റിലേറ്റഡ് ആണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൽ വരും. കമ്മീഷൻ ഓൺ സെയിൽസ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് ഓവർ ഹെഡിൽ വരും, S എന്ന് നോട്ട് ചെയ്യുക. കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രൈം കോസ്റ്റിൽ വരും, അപ്പോൾ P എന്ന് നോട്ട് ചെയ്യുക. ദെൻ മെയിൻ്റനൻസ് ചാർജസ് ഫോർ ഡെലിവറി വാൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ്. ബാഡ് അപ്റ്റ് സെല്ലിങ്ങിലാണ് വരിക. അഡ്വർടൈസ്മെൻറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് വരിക. ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ സാമ്പിൾസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് വരിക, അപ്പോൾ ഒക്കെ S എന്ന് നോട്ട് ചെയ്യുക. ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഫാക്ടറിയാണ് F. സൺഡ്രി എക്സ്പെൻസസ് പലതരത്തിലുള്ള ചിലവുകളാണ്, അപ്പോൾ സൺഡ്രി എക്സ്പെൻസ് ഒക്കെ വരികയാണ്, നിങ്ങൾ ഓഫീസ് ഓവർ ഹെഡിൽ എടുത്താൽ മതി കേട്ടോ. ഇനി ഗോഡൗൺ റെൻറ്റ് ഫാക്ടറിയിലാണ് വരിക. ഗോഡൗൺ റെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫാക്ടറി ഓവർ ഹെഡാണ്. വെയർ ഹൗസ് വന്നു കഴിഞ്ഞാൽ അതെവിടെ ആയിരിക്കും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് വരിക കേട്ടോ. അപ്പോൾ ഗോഡൗൺ റെൻറ്റ് ഫാക്ടറിയിൽ. ദെൻ റെൻറ്റ് ഓഫ് വെയർ ഹൗസസ്, അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരും. സാനിറ്ററി എക്സ്പെൻസസ് ജനറലാണ്, അതുകൊണ്ട് തന്നെ ഓഫീസിൽ വരും. ഓഫീസ് ഓവർ ഹെഡിന് മറ്റൊരു പേരുണ്ട്, ജനറൽ ഓവർ ഹെഡ്. അതല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് എന്നൊക്കെ പറയുന്നത് ഓഫീസ് ഓവർ ഹെഡിൽ വരുന്ന ഐറ്റംസാണ്. ഇനി അടുത്തത് ഓഡിറ്റ് ഫീ അതുപോലെ ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡൊണേഷൻ. ഓഡിറ്റ് ഫീ ഓഫീസ് ഓവർ ഹെഡിലാണ് വരിക. ഇൻകം ടാക്സ് എടുക്കേണ്ട ഐറ്റം അല്ല, നമ്മൾ ഓൾറെഡി ഈ കോസ്റ്റ് ഷീറ്റിൽ വരാത്ത ഐറ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഇൻകം ടാക്സ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസിൽ വരുന്നു ഇൻകം ടാക്സ്. സെയിൽസ് ടാക്സ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരും. ഡിസ്കൗണ്ട് റിസീവ്ഡും ഡൊണേഷനൊന്നും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, അത് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നോട്ട് ഇൻക്ലൂഡഡ് ആണ് അതെല്ലാം. അപ്പോൾ നോട്ടെന്ന് എഴുതി വെച്ചാൽ മതി, ഇൻകം ടാക്സും ഡിസ്കൗണ്ട് റിസീവ്ഡും ഡൊണേഷനും നോട്ടെന്ന് ചെറുതാക്കി എഴുതി വെച്ചാൽ മതി, അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല.
കോസ്റ്റ് ഷീറ്റ് എപ്പോഴും നമുക്ക് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് ടോട്ടലായിട്ട് നമ്മളതൊന്ന് വായിക്കുന്ന സമയത്ത് ഓരോ ഐറ്റം ഏത് സെക്ഷനിലാണ് വരികയെന്ന് നിങ്ങൾ അടയാളപ്പെടുത്തി പോകണം. എന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഈസിയാണ്. മനസ്സിലായി? അപ്പോൾ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, ഓരോ ഐറ്റം എവിടെയാണ് വരുന്നത് എന്നുള്ളത് അടയാളപ്പെടുത്തുക, അതിന് ശേഷം പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ദെൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡഡ്. ഏത് ഇയർ ആണോ നമുക്ക് ഡേറ്റ് ആണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റ് ഹെഡിങ് കൊടുക്കുക. ഇനി 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ് കോളാണ്, സെക്കൻഡ് കോളം എമൗണ്ട് കോളം, തേർഡ് കോളം എമൗണ്ട് കോളം. ഇന്നർ കോളും ഔട്ടർ കോളായിട്ടാണ് 2 എമൗണ്ട് കോളം വന്നിട്ടുള്ളത്. ഇനി കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ പ്രൈം കോസ്റ്റ് പിയിൽ അടയാളപ്പെടുത്തിയ ഐറ്റംസ് ഒക്കെ ഇങ്ങോട്ട് എഴുതിയെടുക്കുക. നമ്മൾ അടയാളപ്പെടുത്തിയത് ഏതൊക്കെയായിരുന്നു? റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, പ്രൊഡക്റ്റീവ് വേജസ്, കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻറ്റ്, റോയൽറ്റി, ചാർജബിൾ എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ഐറ്റത്തിൻ്റെ നേർക്ക് അത് എവിടെയാണ് വരിക എന്നുള്ളത് അടയാളപ്പെടുത്തണം. ഓക്കെ, ആ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസ് എടുത്തെഴുതുക. ഇന്നർ കോളത്തിൽ ഓരോന്നിൻ്റെയും എമൗണ്ടുകൾ എഴുതുക. ഓരോ എമൗണ്ട് എഴുതുമ്പോഴാണ് എന്ത് വരുന്നത്, അത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ എമൗണ്ടും നമ്മൾ ആ 2,30,000 ഇന്നർ കുളത്തിൽ എഴുതിയാലും മതി കേട്ടോ. അത് ഔട്ടർ കുളത്തിൽ ആദ്യം തന്നെ കൊണ്ടുപോയി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നർ കുളത്തിൽ തന്നെ 2,30,000 എഴുതുക. എന്നിട്ട് 1,50,000 താഴെ എഴുതുക, 10,000 എഴുതുക, 20,000 എഴുതുക, 30,000 എഴുതുക. എന്നിട്ട് മാത്രം മതി, ഈ പ്രൈം കോസ്റ്റ് മാത്രം മതി ഔട്ടർ കുളത്തിലേക്ക് ഇടുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അത് എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത്, ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രൈം കോസ്റ്റ് അല്ലേ? ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ നോൺ ആസ് പ്രൈം കോസ്റ്റ്. അപ്പോൾ 4,40,000 ആണ്. കാൽക്കുലേറ്ററിൽ നോക്കുക, ഓരോ എമൗണ്ട് എടുത്ത് ആഡ് ചെയ്ത് നോക്കുക, 4,40,000 കിട്ടുന്നില്ലേ നോക്കാം. ക്ലിയർ അല്ലേ? അതിനുശേഷം അടുത്ത ഓവർഹെഡ് ഏതായിരുന്നു? ഫോർമാറ്റ് നന്നായി പഠിച്ചു വെക്കണം. ഫാക്ടറി ഓവർഹെഡ് അല്ലേ? ഫാക്ടറി ഓവർഹെഡിലേക്ക് നമ്മൾ എത്ര ഐറ്റംസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? എഫ് എഴുതിയ ഐറ്റംസ് ഒക്കെ എടുത്തിങ്ങോട്ട് എഴുതുക. ഏതൊക്കെയാണ്? ഹോളേജ് ഉണ്ട്, ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി റെൻറ്റ്, മോട്ടീവ് പവർ, ഫാക്ടറി സ്റ്റേഷനറി, ക്ലീനിങ്, ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ്, അതേപോലെ വാട്ടർ ചാർജസ്, ഇൻഷുറൻസ്, ESI, ഹീറ്റിംഗ്, ലൈറ്റിംഗ്, ഗോഡൗൺ റെൻറ്റ്. ഇത്രയും ഐറ്റംസ് നമ്മൾ ഫാക്ടറി എഫ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഐറ്റംസ് എഴുതുമ്പോൾ അതിൻ്റെ നേർക്കുള്ള എമൗണ്ടുകളും എഴുതാൻ മറക്കരുത്. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 49,000 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 49,000 കിട്ടും. ഇപ്പോൾ ഇതിനകത്തൊരു 5,000 അതുപോലെ വേറെ 5,000 അപ്പുറത്തേക്ക് പോയിട്ടുള്ളത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇന്നർ കോളത്തിൽ എഴുതേണ്ട എമൗണ്ടുകളാണ്, അത് അപ്പുറത്തേക്ക് മാറിപ്പോയതാണ്. അപ്പോൾ എന്താ, നിങ്ങൾക്ക് PDF സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് നോട്ട് തന്നെ സെൻഡ് ചെയ്യാം. നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ളത് കറക്റ്റ് നോട്ട് തന്നെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഈ 5,000 രണ്ട് 5,000 നമുക്ക് ഈ 5,000 ഇന്നർ കോളത്തിൽ തന്നെ എഴുതിയാൽ മതി, ഇപ്പുറത്ത് തന്നെ എഴുതിയാൽ മതി, അപ്പുറത്തോട്ട് കൊണ്ടുപോയി എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഈ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ, അതായത് ഈ ഫാക്ടറി ഓവർഹെഡ് മുഴുവൻ ടോട്ടൽ ചെയ്യുമ്പോൾ 49,000 കിട്ടുക. ആ 49,000 നമ്മൾ 2,30,000 താഴെ കൊണ്ടുപോയി, 2,30,000 അല്ല, 4,40,000 താഴെ എഴുതുക. അപ്പോൾ എത്ര വരിക? 4,40,000 പ്ലസ് 49,000, അപ്പോൾ 4,89,000 എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇനി ഫാക്ടറി കോസ്റ്റ് മറ്റൊരു പേരെന്താണ്? വർക്ക് കോസ്റ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അടുത്ത ഓവർഹെഡ് എന്താ ആഡ് ചെയ്യേണ്ടത്? ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് കൊടുക്കുക. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്ത് എഴുതുക. ലീഗൽ ചാർജ്, ഓഫീസ് എക്സ്പെൻസ്, റെൻറ്റ് റേറ്റ്സ്, ബാങ്ക് ചാർജ്, സൺട്രി എക്സ്പെൻസ്, അതുപോലെ സാനിറ്ററി എക്സ്പെൻസസ്, പിന്നെ ഓഡിറ്റ് ഫീ, ഇത്രയാണ് നമ്മൾ ഓഫീസ് എക്സ്പെൻസസിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഐറ്റം ഇന്നർ കോളത്തിൽ എമൗണ്ട് എഴുതുക. ഇന്നർ കോളത്തിൽ എമൗണ്ട് എഴുതിയിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 28,700 കിട്ടും. ആ ടോട്ടൽ ഔട്ടർ കോളത്തിലേക്ക് ഇടുക. തൊട്ട് മുകളിൽ ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഫാക്ടറി കോസ്റ്റ് കിട്ടിയിട്ടില്ലേ? ഫാക്ടറി കോസ്റ്റ് എത്ര കിട്ടിയിട്ടുള്ളത്? 4,89,000 കിട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ ഈ 28,700 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓഫീസ് ഓവർഹെഡ് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 5,17,700 കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ? ആ ഐറ്റംസ് എല്ലാം എടുക്കുക. ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, മെയിൻ്റെനൻസ് ചാർജ് ഉണ്ട്, അതുപോലെ ബാഡ് ഡെപ്റ്റ് ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട്, സാമ്പിൾസ് ഉണ്ട്, വെയർഹൗസ് റെൻ്റ് ഉണ്ട്, സെയിൽസ് ടാക്സ് ഉണ്ട്. ഇത്രയും ഐറ്റംസ് ഇന്നർ കോളത്തിൽ എഴുതി ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് ഇടുക. 36,300 കിട്ടി. ഈ ഐറ്റംസ് എന്ത് ചെയ്യുക?
ഈ ടോട്ടൽ 5,17,700 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടി. അപ്പോൾ സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരെ കണ്ടാൽ മതി. പക്ഷേ നിങ്ങൾക്ക് അധികം സെയിൽസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ പ്രോഫിറ്റ് കണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റിൽ ഓരോ ഹെഡിൻ്റെ അണ്ടറിലും ഏതൊക്കെ ഐറ്റംസാണ് വരിക എന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്തത്. കാരണം ഓരോ ഹെഡിൻ്റെ അണ്ടറിലും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസിനും നിങ്ങൾ പരിചയമാവുക. അപ്പോൾ ഇത് എവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരിക നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്ലിയർ ഇല്ലെങ്കിൽ വീണ്ടും പ്ലേ ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവും. ഇനി വേറെ എന്തെങ്കിലും ക്ലിയർ ആവാത്ത സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ടോട്ടൽ കോസ്റ്റ് എഴുതി, അത്രയും മതി. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ചെയ്ത കാര്യങ്ങൾ നോട്ട് എന്നുകൊണ്ട് താഴെ എഴുതുക. അതായത് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതുപോലെ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഗിവൺ അല്ലേ. മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഓപ്പൺ സ്റ്റോക്ക്, പർച്ചേസസ്, മെറ്റീരിയൽ ലോസ്റ്റ്, ക്യാരേജ് ഇൻവേർഡ്, മെറ്റീരിയൽ റിട്ടേൺ ഹാവ് ബീൻ ഇഗ്നോർഡ്. അത് തന്നത് കൊണ്ടാണ് അത് മറ്റതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക പറഞ്ഞാൽ എന്താ? ഒഴിവാക്കിയത്. ഇനി ഗോഡൗൺ റെൻറ്റ് ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് എ ഫാക്ടറി ഓവർ ഹെഡ്. അതായത് ഗോഡൗൺ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത ഉടനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഗോഡൗൺ അല്ലേ. മെറ്റീരിയൽ ആദ്യം വാങ്ങി വെച്ച് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഗോഡൗൺ. ഗോഡൗൺ എന്നാണ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നടക്കുന്നത് ഫാക്ടറിയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗോഡൗണിൻ്റെ റെൻറ്റ് ഫാക്ടറിക്ക് വേണ്ട റോ മെറ്റീരിയൽ കീപ്പ് ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് ഗോഡൗണിൻ്റെ റെൻറ്റ് എവിടെ എടുത്തത്? ഫാക്ടറിയിൽ എടുത്തത്. പക്ഷേ വെയർഹൗസിൻ്റെ റെൻ്റ് ആണെങ്കിലോ, വെയർഹൗസിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് ടേക്കൺ ആസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. കാരണം അവിടെ നമ്മൾ സൂക്ഷിക്കുന്നത് ഫിനിഷ്ഡ് ഗൂഡ്സ് ആണ്, റോ മെറ്റീരിയൽ അല്ല. റോ മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ഗൂഡ്സ് പാക്ക് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് വെയർഹൗസ്. ഓക്കെ, അപ്പോൾ ഗോഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ കെപ്റ്റ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അതിന് ഫിനിഷ്ഡ് ഗൂഡ്സ് ആക്കിയിട്ട് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് വെയർഹൗസ്. അപ്പോൾ വെയർഹൗസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിലാണ് വരിക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സും ഡിസ്കൗണ്ട് റിസീവ്ഡും ഡൊണേഷനും ഫിനാൻഷ്യൽ ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ദാറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം കോസ്റ്റ് ഷീറ്റ്. ക്ലിയർ ആണോ? ഇനി ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ക്യാരേജ് ഇൻവേർഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഗിവൺ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ക്യാരേജ് ഇൻവേർഡ് നമ്മളിവിടെ എടുക്കാണ്ടിരിക്കാൻ ഒരൊറ്റ റീസണേ ഉള്ളൂ. കാരണം അത് പർച്ചേസിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇതിവിടെ നമുക്ക് പർച്ചേസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നതുകൊണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ക്യാരേജ് ഇൻവേർഡ് ഇവിടെ ഒഴിവാക്കിയത്. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ പ്രോബ്ലം ചെയ്തതിന് ശേഷം നോട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ നോട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ?